എന്താണ് യഥാർത്ഥത്തിൽ ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ്? അവയെ സഭ എങ്ങനെയാണ് കാണുന്നത്? വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ? ഇനി അങ്ങനെയുള്ളതാണെങ്കിൽ അത് സത്യവിശ്വാസത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? അത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമോ? അതോ വിശ്വാസത്തെ അത് കുറയ്ക്കുമോ? അതോ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ നമുക്കത് വിശ്വസിക്കാൻ ബാധ്യതയുണ്ടോ? സഭ അത് ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് കരുതുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് വിശ്വസിക്കാനായിട്ട് ബാധ്യതയുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊക്കെ എവിടെ പോയി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? എന്ന് തുടങ്ങുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാകും. ഒന്നാമത്തെ ഒരു കാര്യം, ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ദ യൂക്കറിസ്റ്റിക് മിറക്കിളിനെ അല്ല, യൂക്കറിസ്റ്റിക് മിറക്കിൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വിശുദ്ധ കുർബാന അത്ഭുതം എന്ന് പറയുന്ന കാര്യവും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. യൂക്കറിസ്റ്റിക് മിറക്കിൾസ് അതായത് വിശുദ്ധ കുർബാനയിൽ എന്തെങ്കിലും അസ്വാഭാവികമായ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിനെയാണ് ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്നതുകൊണ്ട് തെറ്റായി നമ്മൾ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റായി വിചാരിക്കുന്നു പറയാൻ കാരണം, യൂക്കറിസ്റ്റിക് മിറക്കിൾ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, വിശുദ്ധ കുർബാന ഈശോയെ മാറുന്നതാണല്ലോ. ഇവിടെ നടക്കുന്ന സ്വാഭാവികമായി സാധാരണഗതിയിൽ ആളുകൾ നമ്മളൊക്കെ പറയാറുള്ള യൂക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന പദം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സംഭവങ്ങൾ ധാരാളമുണ്ട്. വളരെ പ്രസിദ്ധമായ ധാരാളം സംഭവങ്ങളുണ്ട്. അതിൽ പലതും സഭയുടെ വലിയ അത്ഭുതങ്ങളിൽ പെടുന്നതുമാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇറ്റലിയിൽ പഠിക്കുന്ന കാലത്ത് ലാഞ്ചിയാനോയിൽ പോയ കാര്യം ഓർക്കുന്നുണ്ട്. ലാഞ്ചിയാനോ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ആദിമ നൂറ്റാണ്ടുകളിൽ ഒരു വലിയ വിശുദ്ധ കുർബാന അത്ഭുതത്തിന്റെ സ്ഥലമാണ്. അവിടെ വിശുദ്ധ കുർബാന ഈശോയുടെ മാംസവും രക്തവുമായി മാറിയത് അത് അതേപടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ ഓർവിയത്തോ കത്തീഡ്രൽ അത് പോളണ്ടിലാണ്. അതും ഒരു സുവാക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഈ രണ്ട് സ്ഥലത്തെയും വളരെ പ്രസിദ്ധമായ മിറക്കിൾസ് ഉണ്ട്. ഇത് രണ്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ രണ്ട് യൂക്കറിസ്റ്റിക് മിറക്കിൾസും ഇത് രണ്ട് സ്ഥലത്തും ഈശോയുടെ ശരീരവും രക്തത്തിന്റെയും രൂപഭാവങ്ങൾ, അതായത് മാംസത്തിന്റെയും രക്തത്തിന്റെയും രൂപങ്ങൾ അവയ്ക്ക് സംഭവിച്ചു. ഈ പല മിറക്കിളുകളുടെയും പുറകിൽ ആരുടെയെങ്കിലുമൊക്കെ അവിശ്വാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നും സാക്ഷ്യപ്പെടുന്നുണ്ട് പലരും. ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് ഈ രണ്ട് മിറക്കിളിനെ കുറിച്ച് എടുത്തു പറയാൻ കാരണം, ഇതിന് മേൽ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഒരു സുഗീബെ അനാലിസിസ് എന്ന് പറയുന്ന പരിശോധന പഠനം അത് ന്യൂയോർക്കിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലെയും നടന്നിട്ടുള്ള ഇത്തരം യൂക്കറിസ്റ്റിക് മിറക്കിളിലെ ഈശോയുടെ ശരീരത്തിന്റെ രക്തത്തിന്റെ പരിശോധന നടത്തിയപ്പോൾ അത് കാർഡിയാക് ടിഷ്യൂസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രത്യേകം. ഇനി ഈ പറഞ്ഞ സുവാക്കിയിലെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ ഒരു 8-9 വർഷമായി ഇപ്പൊ ആ സംഭവം നടന്നിട്ട്. അവിടുത്തെ ആ അത്ഭുതം സംഭവിച്ച ഈശോയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അവ ഇപ്പോഴും ലൈവ് ടിഷ്യൂസ് ആണ്, ഇപ്പോഴും ജീവനുള്ള ടിഷ്യൂസ് ആണ് 8-9 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ ഓർവിയത്തെ കത്തീഡ്രലിലെ കാര്യം, അത് അവിടുത്തെ ഈശോയുടെ സ്പർശിച്ച ക്ലോത്ത് അത് ബ്ലഡ് സ്റ്റെയിൻഡ് ആയി. ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ഈ തോംസൺ കത്തീഡ്രൽ ചർച്ചില് അത് കണക്റ്റിക്കട്ടിലാണ്. അവിടെ നടന്ന അത്ഭുതം കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ്, കുറച്ച് രസമുള്ള അത്ഭുതമാണ്. അതിങ്ങനെയാണ്, അവിടുത്തെ ഒരു കമ്മ്യൂണിയൻ മിനിസ്റ്റർ, ഒരു സ്ത്രീയാണ് കമ്മ്യൂണിയൻ മിനിസ്റ്റർ, അവര് വിശുദ്ധ കുർബാന നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുർബാനയുടെ പാത്രത്തിൽ നിന്ന് തിരുവോസ്തികൾ തീർന്ന് അങ്ങ് അടിയിലെത്തി. അപ്പോ ആ സമയത്ത് പിന്നെ നോക്കുമ്പോൾ അത് വീണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇത് അവിടുത്തെ ഒരു വളരെ വ്യത്യസ്തമായ മറ്റത്ഭുതങ്ങളൊക്കെ ഇതുപോലെ മാംസത്തിന്റെ രക്തത്തിന്റെയും രൂപത്തിലേക്ക് മാറുന്നതാണെങ്കിൽ, ഇത് ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി അത്ഭുതങ്ങൾ സഭയിൽ സംഭവിച്ചിട്ടുണ്ട്. തിരുസഭ അതിനെ ആദരവോടെ കാണുന്നുണ്ട്. മാർപ്പാപ്പന്മാരൊക്കെ ചിലപ്പോഴൊക്കെ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ വൈദികർ സന്ദർശിക്കാറുണ്ട്, അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ആളുകൾക്ക് വലിയൊരു അത്ഭുത സംഭവം ആണ് താനും, അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. തിരുസഭ അതിൽ പലതും ഇതൊരു മിറക്കിളാണ് എന്ന് അംഗീകരിച്ചിട്ടുമുണ്ട്. എന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള മിറക്കിൾസ് നടന്നാലും നമ്മൾ ചാടിക്കയറി സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അത് സ്വാഭാവികമായി പലയിടങ്ങളിൽ നടന്നിട്ടുള്ളതാണ്, നടക്കാൻ ഇടയുള്ളതുമാണ്, നടക്കുന്നതിൽ തെറ്റില്ലാത്തതുമാണ്. വിശുദ്ധ കുർബാനയുടെ ഇത്തരം അത്ഭുതങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ലാത്തതുമാണ് എന്ന് തന്നെ കൃത്യമായി ആദ്യം ഓർക്കണം. അതുകൊണ്ട് അത് നടക്കാൻ ഇടയുണ്ട്. പിന്നെ എന്താണ് ചെയ്യുക? ഇത് ശരിക്കും ഒരു മിറക്കിളാണോ
അതോ ആരെങ്കിലും പറ്റിക്കുന്നതാണോ എന്നുള്ള പരിശോധന നടത്താൻ തിരുസഭ ബാധ്യസ്ഥയാണ്. അപ്പൊ അതെങ്ങനെയാണ് നടത്തുക? അത് പലപ്പോഴും പലതരത്തിലുള്ള പരിശോധനകൾ നടത്തും. ഇപ്പം കുർബാന സ്വീകരിച്ച ആളുടെ ബ്ലഡ് സാമ്പിൾസ് തന്നെയാണോ അത്, ഇനി എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു മാംസത്തിന്റെ ഒരു കഷ്ണം വായിൽ മറച്ചു വെച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങുന്ന വിധത്തിലൊക്കെയുള്ള പരിശോധനകൾ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാറുണ്ട്. എന്നിട്ട് കാലക്രമത്തിൽ ആവശ്യമെങ്കിൽ ഇത് ഒരു മിറക്കിൾ തന്നെയാണ് എന്ന്, ഇറ്റ്സ് എ മെഡിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി ഒരു മിറക്കിൾ ആണ് എന്ന് പ്രഖ്യാപിക്കാറുണ്ട് എന്നാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം. ഇനി ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു മിറക്കിൾ ഒരാൾക്ക് എന്തുമാത്രം അംഗീകരിക്കാൻ അഥവാ വിശ്വസിക്കാൻ കടമയുണ്ട് എന്ന ചോദ്യമാണ് രണ്ടാമത് വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് എന്ന് പറയണം, അല്ലെ? ഈ ഒരു മിറക്കലിൽ എന്ത് നടക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് അവിടെ സത്താഭേദം സംഭവിക്കുന്നു എന്നാണ്. സത്താഭേദം സംഭവിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് സത്താഭേദമാണ്, അഥവാ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ആണ്. സബ്സ്റ്റൻസ് മാറുന്നു, അത് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നാണ് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം. മലയാളത്തിൽ അതിനെ സത്താഭേദം എന്ന് പഠിപ്പിക്കും. CCC-യില് 1376 ഈ വാക്ക് നിങ്ങൾ കാണും. 1376 നമ്മൾ ഈ ഭാഗം കാണും. അത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സത്തയാവുകയും, അതായത് അപ്പവും വീഞ്ഞും കുദാശ ചെയ്യപ്പെടുമ്പോൾ അപ്പത്തിന്റെ മുഴുവൻ സത്തയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സത്തയാവുകയും വീഞ്ഞിന്റെ മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിന്റെ സത്തയാവുകയും ചെയ്യുന്ന ഒരു മാറ്റം സംഭവിക്കുന്നു. ഈ മാറ്റത്തെ സത്താഭേദമെന്ന് കത്തോലിക്ക സഭ ഉചിതവും യുക്തവുമായി വിളിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് അടുത്ത വിശദീകരണം ഇതാണ്: ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യം കൂദാശകർമ്മത്തിന് നിമിഷം മുതൽ തുടങ്ങുകയും ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടരുകയും ചെയ്യുന്നു. ഇതിന് പൗരസ്ത്യ സഭകളുടെ കാഴ്ചപ്പാടിൽ അല്പം വ്യത്യാസമുണ്ട്. അത് വിശുദ്ധ കുർബാനയിൽ ഉടനീളം സംഭവിക്കുന്ന ഒരു മാറ്റമാണ് എന്ന് പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കും. ഈ സാദൃശ്യങ്ങളിൽ ഓരോന്നിലും ക്രിസ്തു പൂർണ്ണമായും സമഗ്രമായും സന്നിഹിതനായിരിക്കുന്നു എന്ന് തുറന്നു പഠിപ്പിക്കും. അവയുടെ ഓരോ ഭാഗത്തിലും പൂർണ്ണമായും സമഗ്രമായും ഈശോ സന്നിഹിതനാണ്. അതുകൊണ്ട് അപ്പത്തിനെ വിഭജിക്കൽ ക്രിസ്തുവിനെ വിഭജിക്കുന്നില്ല. അത് അപ്പം വിഭജിച്ചു അതുകൊണ്ട് ഈശോ പകുതിയായി പോയെന്നോ, അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയുടെ ഒരു ഭാഗം മാത്രം മുറിച്ചു തന്നപ്പോൾ എനിക്ക് ഈശോയെ കുറച്ചേ കിട്ടിയുള്ളൂ എന്നോ അതിനർത്ഥമില്ല. കാരണം അപ്പം അതിൽ തന്നെ ഈ അപ്പത്തിന്റെ ഓരോ കുഞ്ഞു പാർട്ടികളിലും ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തി പൂർണ്ണമാണ് എന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പൂർണ്ണമായ ഈശോയുടെ സാന്നിധ്യം ഈ അപ്പത്തിലും പിന്നീട് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് തിരുസഭ നൽകുന്ന ഏറ്റവും നല്ല വിശദീകരണം അത് കുറച്ച് അരിസ്റ്റോട്ടേലിയൻ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള തോമിസ്റ്റിക് എക്സ്പ്ലനേഷൻ ആണ്. അതായത് സെന്റ് തോമസ് അക്വിനാസിന്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ എന്ന് വേണേൽ പറയാം നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണമാണ്. അതാണ് ഈ സത്താഭേദം അഥവാ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മീൻ ബൈ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ? അതായത് ഒരു വിശുദ്ധ കുർബാന കുറിച്ച് ഓർക്കുക, ഒരു വിശുദ്ധ കുർബാനയെ കുറിച്ച് ഓർക്കുക. ഒരു അപ്പം, വിശുദ്ധ കുർബാനയായി മാറുന്ന ഒരപ്പം. ആ അപ്പം എടുത്ത് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ച് അവയെ വാഴ്ത്തി വിഭജിച്ച് അങ്ങനെ വിശുദ്ധ കുർബാനയിൽ എന്ത് സംഭവിക്കുന്നു? ഈ അപ്പം ഈശോയായി മാറുന്നു. എങ്ങനെയാണ് ഇത് മാറുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ വ്യൂ ഇങ്ങനെയാണ്: ഏതൊരു വസ്തുവും, അതിപ്പോ ബ്രെഡ് ആവട്ടെ മറ്റു വസ്തുക്കളാവട്ടെ എന്തുമാകട്ടെ, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അഥവാ അത് ഉണ്ടാകിയിരിക്കുന്നത്, അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതങ്ങനെ ആയിരിക്കുന്നത് രണ്ട് ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്നാണ് അതിന്റെ ബേസിസ്. രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഏതൊരു വസ്തുവും ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് ഘടകങ്ങളെ വിളിക്കുന്നത് സത്ത എന്നും രണ്ടാമത്തെ മലയാളം എനിക്കറിയാം ആക്സിഡൻസ് എന്നുമാണ്, അഥവാ സബ്സ്റ്റൻസ് എന്നും ആക്സിഡൻസ് എന്നുമാണ്. ഇതെന്താണ് ഞാൻ വിശദീകരിച്ചു തരാം. സബ്സ്റ്റൻസും ആക്സിഡൻസും കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരു വസ്തു ഉണ്ടാകുന്നത് എന്നതാണ് ഒരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാട്. എന്ന് പറയുന്നത് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, പല ഉദാഹരണങ്ങൾ പറയാം, നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഈ കയ്യിൽ ഒരു മാങ്ങാപ്പഴം ഇരിക്കുന്നു എന്ന് കരുത്, ഒരു മാങ്ങാപ്പഴം ഇരിക്കുന്നു. ഈ കയ്യിൽ ഒരു കണ്ണിമാങ്ങയും ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഈ കയ്യിലിരിക്കുന്ന മാങ്ങാപ്പഴം, ആ മാങ്ങാപ്പഴത്തിന്റെ നിറം എന്താണ്? നിങ്ങൾക്കറിയാം, മഞ്ഞ നിറമാണ് അല്ലെ? നോക്കിക്കേ, മഞ്ഞ നിറമാണ്. അതിനെന്തായാലും ഭാരമുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന് ഒരു 3/4 കിലോകളൊക്കെ വരുന്ന വലിയ മാങ്ങാപ്പഴമാണ്. ഇതിന്റെ രുചി എന്താണ്? നല്ല മധുരമൊക്കെയാണ് ഇതിന്. അങ്ങനെ ഇതിന്റെ പ്രത്യേകത ഇരിക്കും. ഈ കണ്ണിമാങ്ങ ഇതിന്റെ നിറം എന്താണ്? ഇത് പച്ച നിറമാണ്. വെയിറ്റോ വളരെ കുറവാണ്.
ഇനി രുചിയാണെങ്കിലോ മധുരമൊന്നുമില്ല, എന്നെ ഭയങ്കര പുളിയൊക്കെയാണ്. ഇങ്ങനെ ഇതിന്റെ ഇതിന്റെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇത് വ്യത്യസ്തമാണ്. അങ്ങനെ ഇരിക്കെ ഞാനൊരു പ്രസ്താവന നടത്തുകയെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് മാങ്ങയാണ്, ഇത് മാങ്ങയാണ്. ഇതിന് മഞ്ഞനിറമുണ്ട്, ഇതിന് ഈ ഭാരമുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതൊരു മാങ്ങയാണ്. പക്ഷേ ഈ ഇരിക്കുന്നത് കണ്ടല്ലോ ചെറുത്, അത് മാങ്ങയല്ല എന്ന് ഞാൻ പറയാൻ വിചാരിച്ചു. കേൾക്കുന്നവരെന്ത് പറയും? എന്റെ പൊന്നച്ച മണ്ടത്തരം പറയല്ലേ, ഇത് മാങ്ങയാണ്, ഇത് മാങ്ങയാണ്, ഇതൊരു കണ്ണിമാങ്ങയാന്നേ ഉള്ളൂ, ചെറുപ്പത്തിലെ മാങ്ങയാന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ ആർക്കാണ് പാട് എന്ന് ചോദിക്കാം ആർക്ക് വേണമെങ്കിൽ. എന്നാൽ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ, ചിലപ്പോൾ ഈ മാങ്ങയുടെ രൂപം ഉണ്ടാവില്ല, ഇതിന് അതിന്റെ ഭാരം ഉണ്ടാവില്ല, അതിന്റെ രുചി ഉണ്ടാവില്ല. അഥവാ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ സെൻസ് ചെയ്യുന്നവയൊക്കെ മാറിയിട്ടുണ്ട് ഇത് രണ്ടും തമ്മിൽ. പക്ഷെ ഇതൊക്കെ മാറിയാലും നമുക്കിതിനെ മാങ്ങയാണ് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാറിയാലും വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സെൻസ് ചെയ്യുന്ന, പെർസീവ് ചെയ്യുന്ന ഘടകങ്ങൾ, ഇതിന്റെ നിറം, രുചി, ഗുണം തുടങ്ങിയ സാധനങ്ങളൊക്കെ, അവയൊക്കെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ആക്സിഡൻസ്. ആക്സിഡൻസ്, ഈ വണ്ടി ഇടിക്കുന്ന ആക്സിഡന്റിനെ കുറിച്ചല്ല, ആക്സിഡൻസ് എന്നാണ് അതിനെ പറയുന്നത്. ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നിസ്സാരമായ, മാറിപ്പോയ വലിയ കുഴപ്പമില്ലാത്ത ബാഹ്യ ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ മൊത്തത്തിൽ വളച്ചു തിരിച്ചൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബാഹ്യരൂപങ്ങളുടെ ഭാവങ്ങളെയാണ് ഈ ആക്സിഡൻസ് എന്ന് വിളിക്കുന്നത്. ഈ ആക്സിഡൻസ് ഒക്കെ മാറിയിട്ടും, അതായത് ഈ കണ്ണിമാങ്ങ അല്ലെങ്കിൽ വലുതായി മാങ്ങാപ്പഴമായി മാറുമ്പോൾ ആക്സിഡൻസ് ഒക്കെ മാറി, അതൊക്കെ മാറിയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ മാങ്ങയായിട്ട് തന്നെ പെർസീവ് ചെയ്യുന്നത്? അഥവാ മാങ്ങ തന്നെയാണ്, അത് മാങ്ങയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം എന്താണ്? കാരണം നമ്മൾ അതിനകത്തെ മറ്റൊരു കാര്യത്തെ സെൻസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ആ സെൻസ് ചെയ്യുന്ന റിയാലിറ്റിയുടെ പേരാണ് സത്ത. ഈ ആക്സിഡൻസുകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർസീവ് ചെയ്യുന്നതെങ്കിൽ, ആ ഇന്ദ്രിയങ്ങളുടെ അതീതമായിട്ടോ അതിനുള്ളിലൂടെയോ നമുക്ക് ആ മാങ്ങയെ മാങ്ങയായി നിലനിർത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യത്തെ, സത്തയെ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഏത് തരത്തിലൊക്കെ മാങ്ങയിരുന്നത് നമ്മൾ അതിനെ മാങ്ങയെന്ന് വിളിക്കും. ഇനി ഒരു ബ്രെഡിന്റെ കാര്യം നോക്കാം. പലതരം അപ്പങ്ങൾ, പലരും അപ്പം ചുടുമ്പോൾ ഓരോന്ന് പോലെ ഇരിക്കാൻ നിങ്ങൾ കണ്ടത്. ചില അപ്പം ചുടുമ്പോൾ ആഫ്രിക്ക പോലെ ഇരിക്കും, ചിലത് നല്ല വട്ടത്തിലിരിക്കും, ചിലത് മഞ്ഞ നിറത്തിരിക്കും, ചിലത് വെളുത്തിരിക്കും, പല വിധത്തിരിക്കും. പക്ഷെ ഇതൊക്കെ കണ്ടാലും ആളുകൾ പെട്ടെന്ന് പറയും ഇതൊക്കെ അപ്പമാണ്, ഇതൊക്കെ അപ്പമാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ കാണുന്ന ചിലത് ഗോതമ്പ് കൊണ്ടായിരിക്കും, ചിലത് അരി കൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇതിനൊക്കെ അപ്പം എന്ന് വിളിക്കും. കാരണം എന്താണ്? വെറും ഒരു സമാനതയുടെ പേരിലല്ല. ഇതൊരു ഫിലോസഫിക്കൽ, വളരെ പ്രസിദ്ധമായ ഒരു അരിസ്റ്റോട്ടേലിയൻ ഫിലോസഫിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ഒബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബേസിക്കലി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അതിന്റെ സത്തയാണ്. ആ സത്തയെ നമുക്ക് സംലഭ്യമാകുന്ന വിധത്തിൽ, നമുക്ക് അനുഭവിക്കാവുന്ന വിധത്തിൽ ആക്സിഡൻസ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവയോട് കലർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം ആക്സിഡൻസ്, ഇപ്പം മാങ്ങയുടെ കാര്യം നോക്കിക്കേ, ഈ മാങ്ങയുടെ മഞ്ഞനിറം മാറി പച്ചനിറം വന്നാലും, പച്ചനിറം മാറി മഞ്ഞനിറം വന്നാലും നമുക്കത് മാങ്ങയായിട്ട് അനുഭവിക്കാൻ ഒരു പാടുമില്ല. അപ്പൊ മഞ്ഞനിറമോ പച്ചനിറമോ അല്ല മാങ്ങയെ മാങ്ങയാക്കുന്നത്. പകരം അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് മാറുന്നു, ഇതൊന്നും അല്ല അതിനെ മാങ്ങയാക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സത്ത. സത്ത, എസെൻസ് എന്നാണ് അതിന്, സബ്സ്റ്റൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസ് ആണ് യഥാർത്ഥത്തിൽ, അതിന് മലയാളത്തിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വാക്കൊക്കെ ഉണ്ടാക്കി പറഞ്ഞാൽ, ഈ മാങ്ങയ്ക്ക് നിറവും ഗുണവും രുചിയും ഒക്കെ പോലത്തെ കുറെ ആക്സിഡൻസും ഉണ്ട്. എന്നാൽ മാങ്ങയെ മാങ്ങയാക്കി നിലനിർത്തുന്ന ഒരു മാങ്ങാത്വവും ഉണ്ട്, ഒരു മാംഗോനസ് കൂടി ഉണ്ട് എന്ന് പറയാം, എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ബ്രെഡിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രെഡ്നെസ് എല്ലാ ബ്രെഡിനകത്തും ഉണ്ട്. അതുകൊണ്ട് ആ ബ്രെഡ്നെസ്സിനെ നമ്മൾ അറിയാതെ നമ്മളത് പെർസീവ് ചെയ്യുന്നു. ഒരു ആന്തരിക ഇന്ദ്രിയം കൊണ്ടെന്നോ ഒക്കെ വേണം വിചാരിക്കാം. അങ്ങനെ നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നു. അതുകൊണ്ട് അതിന്റെ ബാഹ്യ ഘടകങ്ങൾ നമ്മൾ അത്ര കൺസേൺഡ് അല്ല. ഇനി പറഞ്ഞ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ മാങ്ങയുടെ ആക്സിഡൻസ് ആകുന്ന നിറമോ ഭാരമോ ഒക്കെ മാറിപ്പോയാലും ആ മാങ്ങാത്വത്തിനൊന്നും സംഭവിക്കില്ല, അത് മാങ്ങയായിട്ട് തന്നെ നിലനിൽക്കും. അതേസമയം മാങ്ങയുടെ നിറവും രുചിയും ഒക്കെ ഉണ്ടായിരിക്കുകയും അതിൽ മാംഗോനസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക, സങ്കല്പിക്കുക. പിന്നെ അത് മാങ്ങയല്ല, അത് ഒരു നോമോർ, അത് മാങ്ങയല്ല പിന്നീട്. കാരണം മാങ്ങയെ മാങ്ങയാക്കുന്നതിന്റെ സബ്സ്റ്റൻസ് ആണ്. നോക്കുക, എല്ലാ വസ്തുക്കളും ഇതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ പ്രമിസ്. ഇനി വിശുദ്ധ കുർബാനിൽ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പവും ഈ ആക്സിഡൻസും സബ്സ്റ്റൻസും കൂടെ കൂടിക്കലർന്നതാണ്, എല്ലാ വസ്തുക്കളെയും പോലെ. ഇതിന്റെ ആക്സിഡൻസ് എന്താണ്? അതിന്റെ ബ്ലഡ് പാർട്ടിക്കിൾസ് ആണ് അതിന്റെ ആക്സിഡൻസ്. അതിന്റെ വെള്ള നിറമുള്ള ഗോതമ്പ് കണികകൾ, അതിന്റെ രൂപം, അതിന്റെ ഭാരം, ഇങ്ങനെ തുടങ്ങുന്ന അതിന്റെ ഭൗതിക ലോകമാണ്. ഭൗതിക രൂപവും ഒക്കെ കൂടി ചേരുന്നതാണ് അതിന്റെ ആക്സിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരപ്പം ഏത് ഷേപ്പിലിരുന്നാലും അത് അപ്പം തന്നെ ആയിരിക്കും നമുക്ക്. അതിന്റെ പാർട്ടിക്കിൾസ് എന്തുകൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, അതിപ്പോ ബ്രെഡ് അരി കൊണ്ടുണ്ടാക്കിയാലും ഗോതമ്പ് ഉണ്ടാക്കിയാലും ഒക്കെ അത് ബ്രെഡ് ആയിരിക്കും. കാരണം എന്താണ്? അതിനകത്തൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇനി വിശുദ്ധ കുർബാനിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ഈ ബ്രെഡിന്റെ ആക്സിഡൻസും
ബ്രെഡിന്റെ സബ്സ്റ്റൻസുമുള്ള ഈ ഓസ്തി വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വീഞ്ഞിന്റെ കാര്യമാണെങ്കിൽ ഓർക്കാം, വീഞ്ഞിന്റെ പാർട്ടിക്കിൾസ് ആയിരിക്കുന്ന കണികൾ ചേർന്നുണ്ടായിരിക്കുന്ന വീഞ്ഞ് എന്ന് പറയുന്ന ആ വസ്തു വിശുദ്ധ കുർബാനയിൽ ഇപ്പൊ അപ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അപ്പത്തിന്റെ ആക്സിഡൻസ് ആകുന്ന നിറവും ഭാരവും രൂപവും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുകയും, കാരണം അത് മാറിയാലും മാറിയില്ലേലും അതിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, അതൊരു നിസ്സാരമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുകയും, എന്നാൽ ബ്രെഡിനെ ബ്രെഡാക്കി നിലനിർത്തുന്ന ബ്രെഡ്നെസ് അതിൽ നിന്ന് ഇല്ലാതാവുകയും, ആ ബ്രെഡ്നെസിന്റെ സ്ഥാനത്ത് ആ സത്ത, ബ്രെഡ്നെസ് എന്ന് പറയുന്ന സത്ത, ബ്രെഡിന്റെ സത്ത അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ക്രിസ്തുഗാത്രത്തിന്റെ സത്ത അതിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ മുതൽ ഈ ബ്രെഡിന്റെ ആക്സിഡൻസ് ഉള്ള മിശിഹായാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ബ്രെഡിന്റെ ആക്സിഡൻസ് ഉള്ള, അതായത് ബ്രെഡിന്റെ രൂപവും ബ്രെഡിന്റെ മണവും ബ്രെഡിന്റെ രുചിയും അപ്പോഴും നിലനിൽക്കുന്ന, എന്നാൽ സത്തയിൽ ബ്രെഡ് അല്ലാത്ത, പകരം സത്തയിൽ ക്രിസ്തുവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രെഡ് മാറും. ഈ മാറ്റത്തിനെയാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് അപ്പത്തിന്റെ ബാഹ്യരൂപങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയും, കാരണം ഒന്നും മാറി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്താണ്, അതിന്റെ ബ്രെഡ്നെസ് അത് മാറിയിട്ട് ആ സ്ഥാനത്ത് മിശിഹായുടെ ശരീരരക്തങ്ങളുടെ അഥവാ മിശിഹായുടെ തന്നെ സത്ത പ്രവേശിക്കുകയും ചെയ്യുന്നു, അഥവാ മിശിഹ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്നതാണ് തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനവും പച്ചയായ യാഥാർത്ഥ്യവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ്. വെറും ഒരു ഗോതമ്പപ്പം അത് ബ്രെഡിന്റെ പാർട്ടിക്കിൾസിൽ നിലനിന്നുകൊണ്ട് അത് ഈശോയായി മാറുന്നു എന്നതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അത് ഈശോയായി മാറുന്നു, മിശിഹായായി മാറുന്നു. ഇനിമേൽ അത് അപ്പത്തിന്റെ നിറമുള്ള മിശിഹായാണ്, അപ്പത്തിന്റെ രുചിയുള്ള മിശിഹായാണ്, അത് പൂർണ്ണമായും മിശിഹായാണ്, മിശിഹ അതിൽ പൂർണ്ണനാണ്. ഇനി എങ്ങനെയാണ് മിശിഹായുടെ ശരീരം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? മിശിഹായുടെ ശരീരം എന്ന് പറയുമ്പോൾ ഈ അപ്പത്തിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ ശരീരമായി മാറുന്നു. അതാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. ഇനി ആ പ്രവേശിക്കുന്ന ശരീരം ഏതുതരം ശരീരമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഏതുതരം ശരീരമാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്? അതായത് പാലസ്തീനയിൽ ജീവിച്ചിരുന്ന ഈശോയുടെ ശരീരത്തിലെ, നമ്മൾ ഇറച്ചി എന്ന് മലയാളത്തിൽ പറയുമല്ലോ, ആ ഇറച്ചിയും ആ ചോരയുമാണോ ഇതിന്റെ സത്തയിലേക്ക് പ്രവേശിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോ മറ്റെന്തെങ്കിലുമാണ്? കൃത്യമായി പറഞ്ഞാൽ പാലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ അതേ ശരീരരക്തങ്ങൾ തന്നെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, അതേ ശരീരരക്തങ്ങൾ തന്നെയാണ് ഈ ബ്രെഡിന്റെ പാർട്ടിക്കിൾസ് ഹോൾഡ് ചെയ്യുന്ന സത്തയുടെ സ്പേസിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ആ പാലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ ശരീരത്തിന് ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം രൂപഭേദം സംഭവിച്ചു. ഏത് രൂപഭേദമാണ് സംഭവിച്ചത്? ഈശോയുടെയും മനുഷ്യന്റെ കോശങ്ങൾ കൊണ്ട്, ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ശരീരം അത് സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടു, മഹത്വീകൃത ശരീരമായി രൂപാന്തരപ്പെട്ടു. ഗ്ലോറിഫൈഡ് ബോഡി എന്നാണ് അതിനെ വിളിക്കുന്നത്. മഹത്വീകൃത ശരീരം, സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടു. ഈ ഭൂമിക്ക് ആവശ്യമുള്ള, ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുണ്ടായിരുന്ന ആ ശരീരം, അതിന്റെ ശരീരത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ടിഷ്യൂസ് വേണം, ബോൺസ് വേണം, ഫ്ലഷ് വേണം, അത് ശരീരം ഇങ്ങനെ സെൽസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ഈ ശരീരം അത് സ്വർഗീയ ശരീരമായി എന്ന് പറഞ്ഞാൽ തുടർന്ന് വളരുകയോ പൂർത്തീകരിക്കുകയോ വയസ്സാവുകയോ ഒന്നും ചെയ്യേണ്ടതില്ലാത്ത മഹത്വീകൃത സ്വർഗീയ ശരീരമായി രൂപാന്തരപ്പെട്ടു. ഈ സ്വർഗീയ ശരീരം അരൂപിയുടെ ശരീരമാണ്, അതിന് രൂപമില്ല. അത് അരൂപിയുടെ ശരീരമാണ്. പാലസ്തീനയിൽ ജീവിച്ച ഈശോയുടെ ശരീരത്തിന് രൂപമുണ്ട്. ആ ശരീരം തന്നെയാണ് രൂപാന്തരപ്പെടുന്നത്. നമ്മൾ ഉദ്ധാനത്തിന്റെ ക്ലാസ്സുകൾ ഏതാണ്ട് 55-60 ക്ലാസ്സുകൾക്കിടയ്ക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ ഉദ്ധാനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മഹത്വീകൃത ശരീരമായി, സ്വർഗീയ ശരീരമായി ആ ശരീരം രൂപാന്തരപ്പെട്ടു. ആ ശരീരം അഭൗമിക ശരീരമാണ്. ആ ശരീരത്തിന് ഏതു വിധത്തിലും സന്നിഹിതമാകാൻ സാധ്യതയുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് കഥകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു, അവൻ അവരുടെ ഇടയിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അവനെ കണ്ടപ്പോൾ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് മഗ്ദലന മറിയത്തെ കുറിച്ച് വായിക്കുന്നത്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ കൂടെ നടന്നിട്ടും ഈശോയെ തിരിച്ചറിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ ഈശോയുടെ ആ ശരീരത്തിന്റെ ട്രാൻസ്ഫിഗറേഷനെ കുറിച്ച് പറയുന്നത്. ഈ ട്രാൻസ്ഫിഗറേഷന്റെ അഥവാ ഈശോയുടെ ഉത്ഥാനശേഷം ഉണ്ടാകുന്ന രൂപാന്തരീകരണമാണ് ഈ അപ്പസ്തോലന്മാർക്ക് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുൻപേ താബോർ മലയിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നത്.
ട്രാൻസ്ഫിഗറേഷൻ, സ്വർഗീയ ശരീരം ഈശോ കാണിച്ചു കൊടുത്തു. ഉടനെ അവർ പറഞ്ഞു, ദൈവമേ, ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണം, നമ്മൾ ഇവിടെ അങ്ങ് ജീവിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ ആ സ്വർഗീയ ശരീരത്തിലാണ് ഈശോ ഉദ്ധാനം ചെയ്യുന്നത്. ഇനി വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഉദ്ധിത ശരീരമാണ്. ഈ കുരിശുമരണത്തിന് ശേഷം ആ ശരീരം ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട് സ്വർഗീയ ശരീരമായി മാറിയ, സ്വർഗത്തിന്റെ സ്വഭാവമുള്ള, അഭൗമികമായ, ഹ്യൂമൻ ടിഷ്യൂസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതല്ലാത്ത, സ്വർഗീയ രഹസ്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന നിത്യതയുടെ ആ ശരീരം, സ്റ്റിൽ ദാറ്റ്സ് എ ബോഡി. അതൊരു ശരീരമാണ്. നമ്മൾ കാണുന്ന ഇതുപോലത്തെ കോശങ്ങൾ ഉണ്ടാക്കിയ ശരീരമല്ലെന്നേ ഉള്ളൂ. അത് സ്വർഗത്തിന്റെ ശരീരമാണ്, ആ പ്രപഞ്ചത്തിന്റെ ശരീരമാണ്, ആ പ്രപഞ്ചത്തിന്റെ സ്വഭാവങ്ങളുള്ള ശരീരമാണ്, നിത്യതയുടെ സ്വഭാവമുള്ള ശരീരമാണ്. ആ അദൃശ്യമായ ആ സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരമാണ്. ആ ശരീരമായിട്ടാണ് ഈശോ ഉദ്ധാനം ചെയ്യുന്നത്. ഇനി നമ്മുടെയൊക്കെ അൾത്താരകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ആ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാകുന്നത് ഉദ്ധാനം ചെയ്ത മിശിഹായാണ്. പാലസ്തീനയിൽ ജീവിച്ചിരുന്ന ആ ശരീരത്തിൽ വന്ന് പ്രവേശിക്കുകയല്ല, ഉദ്ധിതനായ മിശിഹായാണ് ആ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാകുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ സാധ്യമല്ല. പിടികിട്ടിയോ? അതായത് പാലസ്തീനയിൽ ജീവിക്കുന്ന ഈശോയ്ക്ക് ഇതുപോലത്തെ ഒരു ശരീരവുമായി ഒരു അപ്പത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. എന്നാൽ ഉദ്ധിതനായ മിശിഹായ്ക്ക് ഒരു അപ്പത്തിന്റെ കുഞ്ഞ് കണികയ്ക്കകത്തേക്ക് പോലും സമ്പൂർണമായും പ്രവേശിക്കാൻ കഴിയും. ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും വ്യക്തിത്വത്തോടും ദൈവത്വത്തോടും കൂടെ, ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും ദൈവത്വത്തോടും കൂടെ മിശിഹായ്ക്ക് ഒരപ്പത്തിന്റെ കുഞ്ഞു പാർട്ടിക്കിളിനകത്തേക്ക് പോലും പ്രവേശിക്കാൻ കഴിയും. കാരണം ആ പ്രവേശിക്കുന്ന ശരീരം അത് സ്വർഗീയ ശരീരത്തിന്റെ സത്തയാണ്. ഈ സ്വർഗീയ ശരീരമാണ് നമ്മൾ പരികർമ്മം ചെയ്യുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഒരു സാധാരണ അൾത്താരയിൽ ഒരു വൈദികൻ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധ കുർബാനയിൽ അഥവാ ഓസ്തിയിലേക്ക് പ്രവേശിച്ചതിനെ വിശുദ്ധ കുർബാന എന്ന രഹസ്യമാക്കി പരിവർത്തനപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രഹസ്യമാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് യഥാർത്ഥ അത്ഭുതം എന്ന് വിളിക്കേണ്ടത്, യൂക്കറിസ്റ്റിക് മിറക്കിൾ എന്ന് വിളിക്കേണ്ടത് ഈ സംഭവത്തെയാണ്. അതായത് ആലോചിച്ച് നോക്കിയേ, ഈ ചുമ്മാ ഈ മണ്ണിൽ നിന്ന് പൊടിച്ചെടുത്ത, കിളുത്തു വന്ന് ഗോതമ്പുണ്ടായി അതിൽ നിന്ന് പൊടിച്ചെടുത്ത് നമ്മൾ കുഴച്ചുണ്ടാക്കിയ ഒരപ്പം സ്വർഗത്തിന്റെ ഭാഗമായി ദൈവമായി മാറുന്നു, സ്വർഗമായി മാറുന്നു, ദൈവമായി മാറുന്നു, മിശിഹായായി മാറുന്നു. പരിശുദ്ധ റൂഹ അതിന്മേൽ ആവസിക്കുന്നു, എപ്പിക്ലേസിസ് വഴി അത് പൂർത്തീകരിക്കുന്നു. അങ്ങനെ മിശിഹായായി മാറുന്നു. ഒരു പാവപ്പെട്ട കുഞ്ഞി ഓടിട്ട പള്ളിയില്, ഒരു ചെറിയ അൾത്താരയില് ഒരച്ഛൻ ഈ ബലി അർപ്പിക്കുമ്പോൾ അവിടെ വെച്ച് ഈ ഒരു വെറുമൊരപ്പം അത് മിശിഹായായി മാറുന്നു എന്നതിനേക്കാളും വലിയൊരു അത്ഭുതം ഈ ഭൂമി കണ്ടിട്ടില്ല, ഈ ലോകത്തില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദാറ്റ് ഈസ് ദ യൂക്കറിസ്റ്റിക് മിറക്കിൾ. വിശുദ്ധ കുർബാന അത്ഭുതം എന്ന് വിളിക്കേണ്ടത് അതിനെയാണ്. ഇനി എന്താണ് ഈ നമ്മൾ വിളിക്കാറുള്ള സോക്കോൾഡ് യൂക്കറിസ്റ്റിക് മിറക്കിൾസിനകത്ത് സംഭവിക്കുന്നത്? അത് ശരിക്കുള്ളതല്ലേ? തീർച്ചയായും അത് ശരിക്കുള്ളതാണ്. സഭ അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കുമുള്ളതാണ് എന്ന് തന്നെ നമ്മൾ ബോധ്യപ്പെടണം. അവ ശരിക്കും സംഭവിക്കുന്നതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ഒരു ചെറിയ അത്ഭുതമാണ്. എല്ലാ വിശുദ്ധ കുർബാനയും നടക്കുന്നത് വലിയ അത്ഭുതമാണെങ്കിൽ ഈ യൂക്കറിസ്റ്റിക് വിശുദ്ധ കുർബാന അത്ഭുതം നടന്നു എന്ന് വാർത്തയിലൊക്കെ എഴുതില്ല, യൂട്യൂബിലൊക്കെ എഴുതില്ല. അവിടെ നടക്കുന്നത് കുഞ്ഞൊരത്ഭുതമാണ്. എന്താണ് ഈ കുഞ്ഞത്ഭുതം? അതായത് ഈ അപ്പം ഈശോയായി മാറുന്നു എല്ലാ വിശുദ്ധ കുർബാനയിലും. ഇനി അപൂർവം 1-2 സ്ഥലത്ത് ഈശോയായി മാറിയ ആ വിശുദ്ധ കുർബാനയുണ്ടല്ലോ, ആ വിശുദ്ധ കുർബാനയുടെ സബ്സ്റ്റൻസ് അല്ലേ മാറിയിരിക്കുന്നത്, അഥവാ സത്തയല്ലേ മാറി ഈശോ ആയിരിക്കുന്നത്. അതിന്റെ ആക്സിഡൻസ് ഉണ്ടല്ലോ അവിടെ, അഥവാ ബ്രെഡിന്റെ മോളിക്യൂൾസും എല്ലാം കൂടി ആക്സിഡൻസ് ഉണ്ടല്ലോ, അവയ്ക്കും കൂടെ ഒരു രൂപാന്തരീകരണം സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ അവ ചിലപ്പോ ചുമന്ന നിറത്തിലായിട്ടുണ്ടാവും. അതിന്റെ ബ്രെഡിന്റെ ആറ്റംസ്, പാർട്ടിക്കിൾസ് അത് ചിലപ്പോൾ ഹ്യൂമൻ ടിഷ്യൂസ് ആയി മാറിയിട്ടുണ്ടാവും, ഹ്യൂമൻ ബോഡിയുടെ ടിഷ്യൂസ് ആയി മാറിയിട്ടുണ്ടാവും, ബ്ലഡ് സെൽസ് ആയി മാറിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഇവിടെ ഇതൊരു അത്ഭുതമാണ്. പക്ഷെ ശരിക്കും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഒരപ്പം ഈശോയായി മാറുന്നതാണ് യഥാർത്ഥ അത്ഭുതം. അതാണ് വലിയ അത്ഭുതം. കൊട്ടി ഘോഷിക്കേണ്ട അത്ഭുതം അതാണ്. വിളിച്ചു പറയേണ്ട അത്ഭുതം അതാണ്. അത്ഭുതത്തോടെ ഓരോ ദിവസവും ദേവാലയത്തിൽ ചെന്ന് നിന്ന് അനുഭവിക്കേണ്ട, സ്വീകരിക്കേണ്ട അത്ഭുതം അതാണ്. മറ്റേതാണെങ്കിലോ അതിനേക്കാൾ ചെറിയൊരു കാര്യമാണ്. അതായത് ഈശോയായി മാറിയ ഒരു അപ്പത്തിന് ഒരു ഹ്യൂമൻ ടിഷ്യൂസും കൂടെ
അതിന്റെ നിറമോ രുചിയോ ഒക്കെ വന്നു എന്ന് മാത്രം. ഇനിയാണ് ചോദ്യം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലേ, പ്രഘോഷിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം. കുറെ കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ല എന്നതാണ് എന്റെ ഒന്നാമത്തെ കാര്യം. പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് പബ്ലിക്കിന് വേണ്ടിയുള്ള അത്ഭുതം സാധാരണ വിശുദ്ധ കുർബാന അത്ഭുതമാണ്. സാധാരണ നമ്മളങ്ങ് പറഞ്ഞു പോവാണ്, എല്ലാ ദിവസവും നടക്കുന്നതുകൊണ്ട്. അതാണ് പബ്ലിക്കിന് വേണ്ടിയുള്ളത്. അതായത് അത് വിശ്വസിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, അവരെ ചെല്ലാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, ആ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്ന മിശിഹായെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്, സ്വീകരിക്കാനും ബാധ്യസ്ഥരാണ്. അതിന് 100% അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനി ഈ നടക്കുന്ന രണ്ടാമത്തെ മിറക്കിൾസ്, ഇത് പബ്ലിക് റെവലേഷൻ അല്ല, ഇതൊരു പ്രൈവറ്റ് ഇൻസിഡന്റ് ആണ്, ഒരു പ്രൈവറ്റ് മിറക്കിളാണ്. എന്തുകൊണ്ടാണ് ദൈവം പിന്നെ അത് അനുവദിക്കുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണങ്ങളാണ് അതിന്റെ പുറകിലുള്ളത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണങ്ങളാണ്. ചിലപ്പം ചിലരെയെങ്കിലും ഒരല്പം ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഒന്നും കൂടെ നോക്കിക്കേ, എന്താണ് ഈ കാണുന്നത്, നീ എന്താണ് ശ്രദ്ധിച്ചായിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള മുഴുവൻ വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെയും പശ്ചാത്തലത്തിൽ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, അവിശ്വാസികളായിരുന്ന ചിലരെ ഒന്ന് ഷോക്ക് അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിശ്വാസികളായി, ഇൻക്ലൂഡിങ് ഈവൻ സം പ്രീസ്. അവര് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് കണ്ടതോടുകൂടി ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഒരച്ഛൻ അങ്ങനെ പറയുമ്പം ഇത് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പകരം ഞാൻ ഇതുവരെ അർപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈശോയുടെ ശരീരം തന്നെ ആയിരുന്നല്ലോ എന്ന് ഈശോ എനിക്കൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസിലൂടെ പറഞ്ഞു തന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ ലോകം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഈശോയുടെ ശരീരം, ഈ അപ്പം ഈശോയുടെ ശരീരമായി മാറി എന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് പറയുക. പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു പ്രതിഭാസം, ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്താണെന്നറിയാമോ? ഇവിടെയൊക്കെ അവിശ്വാസത്തിന്റെ എലമെന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ്. അവിശ്വാസത്തിന്റെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? ഒരു യുക്കറിസ്റ്റിക് മിറക്കിൾ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻ അല്ല, അവിശ്വാസത്തിന്റെ ശാസനയാണ്. ഒരു അവിശ്വാസത്തിന്റെ ശാസനയാണ്. ആ ശാസനയെ കൂട്ടിഘോഷിക്കാൻ വേണ്ടി അവിടേക്ക് ഓടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ദേവാലയത്തിലേക്ക് പോയിട്ട് കൂടുതൽ ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ഷോക്കിന് ശരിക്കും ഒരു മീനിങ് ഉണ്ടോ എന്നുള്ളതാണ്, ഈ ഷോക്കിംഗ് ഇൻസിഡന്റിന് ഒരു മീനിങ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനൊരു യൂണിവേഴ്സൽ മീനിങ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരം, അതിനൊരു യൂണിവേഴ്സൽ മീനിങ് ഇല്ല. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ മീനിങ് ഇല്ല എന്ന് പറഞ്ഞത്? നമ്മൾ വീണ്ടും തിരിച്ചു പോകണം, ഈശോ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു പോകണം. ഈശോ അർപ്പിച്ച വിശുദ്ധ കുർബാന അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ ആണ്, ട്രാൻസ് ആക്സിഡൻസ് അല്ല. അതായത് ഈശോ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് വാഴ്ത്തി വിഭജിച്ച് തന്റെ 12 അപ്പസ്തോലന്മാർക്ക് നൽകിയപ്പോൾ, എന്നിട്ട് ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവരോട് കൽപ്പിച്ചപ്പോൾ, അവർ സ്വീകരിച്ചത് ബ്രെഡിന്റെ രൂപവും നിറവുമുള്ള ഈശോയെയാണ്. അഥവാ കാലത്തിന് അതീതനായ, അതായത് ഇന്നും ഇന്നലെയും നാളെയും ഒരാൾ തന്നെ ആയിരിക്കുന്ന ഈശോ. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഉത്ഥാനത്തിന് മുമ്പ് അത് കൊടുക്കാൻ പറ്റുന്നത്. കാരണം നാളെ ഈ സ്വർഗീയ ശരീരം എന്നും നിലനിൽക്കുന്ന ശരീരമാണ്. അതുകൊണ്ട് അവിടത്തേക്ക് അത് അന്ത്യത്താഴത്തിന്, അഥവാ തന്റെ കുരിശുമരണത്തിന് മുമ്പ് തന്നെ കൊടുക്കാൻ പറ്റും. ആ സമയത്ത് ഈശോ തന്റെ സ്ലീഹന്മാർക്ക് കൊടുക്കുന്നത് പരിപൂർണമായ വിശുദ്ധ കുർബാന അർപ്പണമാണ്. അവിടെ ആ അപ്പത്തിൽ ഈശോയുടെ മഹത്വീകൃത ശരീരമാണ് സന്നിഹിതമായിരിക്കുന്നത്. ആ മഹത്വീകൃത ശരീരമാണ് ഈശോ തന്റെ സ്ലീഹന്മാർക്ക് കൊടുത്തത്. ഈശോ തന്റെ ഈ മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിൽ അത് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈശോയ്ക്ക് അത് വളരെ എളുപ്പത്തിൽ പറ്റുമായിരുന്നു, അല്ലേ? അത് ചെയ്യാമായിരുന്നു. പക്ഷെ ഈശോ അത് ചെയ്തില്ല. ഈശോ തന്റെ സ്ലീഹന്മാർക്ക് കൊടുത്തതും സ്ലീഹന്മാർ സഭകളിലൂടെ അർപ്പിച്ചതുമായ വിശുദ്ധ കുർബാനയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് ദാറ്റ് മിറക്കിളാണ്. ഈ അപ്പത്തിന്റെ രൂപം നിലനിർത്തിക്കൊണ്ട് അത് ഈശോയായി മാറുന്ന മിറക്കിളാണ് എല്ലായിട്ടും സംഭവിച്ചത്. ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ മിറക്കിൾ. അതാണ് അതിന്റെ യൂണിവേഴ്സൽ തിയോളജിക്കൽ എലമെന്റ്. അതുകൊണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്. അതിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ഈശോ അതിന്റെ കൂടെ ചേർത്ത് കാര്യം പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ. അഥവാ കണ്ണിന്റെ ശക്തി കൊണ്ട് ഇത് വംശമായി, അയ്യോ ശരിക്കും ആയിരുന്നു അത് എന്ന് വിശ്വസിക്കുക എന്നല്ല പറയേണ്ടത്. അത് കാണുമ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ, ഇതിപ്പോ ഇല്ലല്ലേ, എനിക്കറിയാവുന്ന കാര്യമാണ് എന്ന് പറയേണ്ടതേ ഉള്ളൂ എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ എലമെന്റ് പറഞ്ഞതാണ്, അത് ഈശോ കൊടുത്ത വിശുദ്ധ കുർബാന എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. ഈശോ
അനേകം തന്റെ ശിഷ്യന്മാരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു പരാമർശമുണ്ട്. എന്താണെന്നറിയോ? ഇതെന്റെ സാക്ഷാൽ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യും, അവൻ നിത്യം ജീവിക്കുമെന്ന് ഈശോ പഠിപ്പിച്ചപ്പോൾ, യോഹന്നാൻ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് 6-ാം അധ്യായത്തിലൊക്കെ പോയി പഠിപ്പിച്ചപ്പോൾ അനേകം പേർ അവരെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും കൂടെ നടന്നില്ല. അങ്ങനെ വിട്ടുപോയ അവരെ കൂടെ നടത്താനുള്ള ഏറ്റവും സിമ്പിൾ മാർഗം യഥാർത്ഥത്തിൽ അങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതായത് ഒരു അപ്പത്തിന്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ കൊടുക്കാനായി വരുമ്പോൾ അത് പെട്ടെന്ന് ഹൃദയത്തിന്റെ രൂപം വരികയോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റു വീഴുകയോ ഒരു മാംസപിണ്ഡമായിട്ട് അത് പിടയ്ക്കുന്ന വിധത്തിൽ മാറുകയോ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ആ പോയവരൊക്കെ തിരിച്ചു വരുമായിരുന്നു. ഈശോ ഇതെന്റെ ശരീര രക്തവുമാണ് ഇന്ന് പറഞ്ഞപ്പോൾ അതിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയവരൊക്കെ തിരിച്ചു വരുമായിരുന്നു. പക്ഷേ അങ്ങനെ കാണിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഈശോ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് ഇത്തരം അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളെ വിശ്വാസത്തിലേക്കും വിശുദ്ധ കുർബാനിലേക്കും പൊതുവിൽ യൂണിവേഴ്സലി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാനോ നിങ്ങളോ തിരുസഭയുടെ ഔദ്യോഗിക നേതൃത്വമോ പോലും വിചാരിച്ചാൽ അത് മണ്ടത്തരമാണ് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഈ പറയുന്ന വിശ്വാസ വളർച്ചയൊന്നും ഉണ്ടാവില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യം ഇതാണ്: അച്ഛാ, സാധാരണക്കാരുടെ വിശ്വാസത്തെ അല്ലേ അച്ഛൻ ചോദ്യം ചെയ്തത്? ഞങ്ങൾ സാധാരണക്കാർ ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചോട്ടെ, എന്തിനാ ഇത് തല്ലിക്കെടുത്ത് എന്ന്. സാധാരണക്കാരന്റെ വിശ്വാസവും അസാധാരണ വിശ്വാസവും എന്ന രണ്ട് വിശ്വാസങ്ങളുണ്ടോ കത്തോലിക്ക സഭയിൽ? സാധാരണ വിശ്വാസവും അസാധാരണ വിശ്വാസം ഉണ്ടോ? ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ആ വിശ്വാസത്തിനകത്ത് ഇനി എന്താണ് ഈ കോമൺ ഫെയ്ത്ത് അല്ലെ സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ സിമ്പിൾ ഫെയ്ത്ത്. എന്താണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കുഞ്ഞിക്കാര്യത്തിലും വിശ്വസിക്കുന്നതിനെ അല്ല സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. പകരം കാരണം എനിക്ക് അറിയില്ലേലും, എനിക്കത് മനസ്സിലാകാനുള്ള ബുദ്ധിയില്ല, എനിക്കറിയാം, എന്റെ ബുദ്ധി ഇത്രേ ഉള്ളൂ, പക്ഷെ അത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിനെയാണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു അത്ഭുതം കണ്ടോ, അയ്യോ അതിന്റെ പുറകെ ഞാൻ അമ്മേ എന്ന് പറയുന്ന ഒരാളുടെ മനോഭാവത്തിനെ അല്ല സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സിമ്പിൾ ഫെയ്ത്ത് എന്ന് ഒത്തിരി പേര് പറയാണ്. സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞ കാര്യമാണ്. കാരണങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അമ്മച്ചി. ഇപ്പൊ ഈ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷനെ കുറിച്ച് പറയുമ്പം അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട അമ്മച്ചി. ആ അമ്മച്ചി പറയാം, എന്റെ പൊന്നച്ച, ഞാൻ കുറെ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത് ഈശോ തന്നെയാണ്. ഏത് വൃത്തി മാറിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് ഈശോ തന്നെയാണ്. ഇതിനെയാണ് സിമ്പിൾ ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് എവിടെ കുഞ്ഞൊരു അത്ഭുതം കണ്ടാലും കണ്ണും വിളിച്ച് വണ്ടിയും വിളിച്ച് ഓടുന്ന ജനത്തെ സിമ്പിൾ ഫെയ്ത്ത് പീപ്പിൾ എന്ന് വിളിക്കരുത്. അവര് അത്ഭുതങ്ങളുടെ പിന്നാലെ പായുന്ന അവിശ്വാസികൾ എന്നേ അവരെ വിളിക്കാം. അത്ഭുതങ്ങൾക്ക് പിന്നാലെ പായുന്ന അവിശ്വാസികൾ. ഈശോ വളരെ കർക്കശമായ വാക്കുകളിൽ ഇതേ കോണ്ടെക്സ്റ്റിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇവരെന്നെ തേടി വന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല എന്ന് ഈശോ പച്ചയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇവരെന്നെ തേടി വരുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടല്ല എന്ന്. നോക്കുക, മിറക്കിൾസ് കണ്ടിട്ട് തേടി വരുന്നവരുണ്ട്, അവിടുന്ന് പറഞ്ഞത് കേട്ട് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് എനിക്കിനി ഒന്നും കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അത്ഭുതം കാണാൻ വേണ്ടി ഓടി നടക്കുകയും അത്ഭുതങ്ങളിൽ അഭിരമിക്കുകയും എന്നിട്ട് സിമ്പിളായിട്ട് പഴയ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് അത്ഭുതങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നല്ലാതെ അതിന് ഫെയ്ത്തിന്റെ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് മിശിഹ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ടായ പ്രലോഭനത്തെ തട്ടിക്കളയുന്നത്. സാത്താനാണ് അത്ഭുതം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. നീ ആ കല്ലെടുത്ത് അപ്പമാക്ക്, അപ്പൊ ആളുകൾ ഓടി വരും. നീ ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാട്, നിന്റെ പാദം കല്ലുമേ തട്ടാതെ താങ്ങും, നീ ജീവിക്കുന്നത് കണ്ട ആളുകൾ അത്ഭുതപ്പെടും. ഈശോ പറഞ്ഞു സാത്താൻ ദൂരെ പോകുക എന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ മിനിസ്ട്രി അത് വെറും മിറക്കിൾസിന്റെ മിനിസ്ട്രി അല്ല. അതുകൊണ്ട് തന്നെ ഈശോ ചെയ്ത സോക്കോൾഡ് അത്ഭുതങ്ങളെ സുവിശേഷം വിളിക്കുന്നത് അടയാളങ്ങൾ എന്നാണ്. അത്ഭുതം കാണിക്കുന്നത് ആരാണ്? മജീഷ്യനാണ്, അല്ലെങ്കിൽ മന്ത്രവാദികളാണ്. അത്ഭുതങ്ങൾക്ക് ദൈവമെന്നോ പിശാചെന്നോ ഒന്നുമില്ല. ദൈവത്തിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും, ദൈവിക മനുഷ്യർക്കും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും, സാത്താനും പറ്റും. മോശ തന്റെ വടിയെടുത്ത് നിലത്തിടുമ്പോൾ അത് പാമ്പായി മാറുന്നു. അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ അതുപോലെ തന്നെ വടിയെടുത്ത് നിലത്തിട്ട് പാമ്പായി കാണിച്ചു. ആര് ചമ്മിപ്പോയി എന്ന് ചോദിക്കുന്നില്ല, കാരണം അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് നമ്മളെയും കൂടി ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ കരബലമാണ് ശക്തി എന്ന് നമ്മെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോശയ്ക്കുണ്ടായ ആ ദുരനുഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാവം മോശ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോശ തൊട്ട് വലിയ കാര്യമായിട്ട് അത്ഭുതം കാണിക്കുക, കൂളായിട്ട് അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളും സെയിം അത്ഭുതം കാണിക്കും. അതിലൂടെ മോശയ്ക്ക് മനസ്സിലായ കാര്യമുണ്ട്,
ഇത്തരം ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ദൈവജനത്തെ ശേഖരിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് വേറെ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് അറിയാം മിറക്കിൾസ് കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല സഭയുടെ വിശ്വാസത്തെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു ആലോചിച്ച് നോക്കിക്കുക. അഴുകാതിരിക്കുന്ന ബോഡികൾ ആയിരക്കണക്കിനുണ്ട് തിരുസഭയിൽ, അഴുകാതിരിക്കുന്ന ബോഡികൾ. മിറാക്കുലസ് ഹീലിങ്സ് നൂറുകണക്കിന് ഡെയിലി നടക്കും നമ്മുടെ കൺമുൻപിൽ. നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എന്റെ പോലും മുമ്പിൽ നൂറുകണക്കിന് മിറക്കിൾസ്. നമുക്കതിനൊക്കെ പ്രഘോഷിച്ചുകൂടെ? പ്രഘോഷിക്കാം. മാജിക്ക് കാണാൻ വരുന്ന പോലെ ആൾക്കാർ, മാജിക്ക് കാണാനൊക്കെ പോകുന്ന ആൾക്കാർ കുറെ പേര് നമ്മുടെ അടുത്തും വരും. പക്ഷേ കേട്ടതുകൊണ്ട് വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. കേട്ടതുകൊണ്ട് വിശ്വസിക്കുന്നവരെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മളിനി പറയാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? അതിതാണ്, ഈ പ്രവേശിക്കുന്ന ഈശോ അത് വെറുതെ ഒരു ശരീരത്തിന്റെ ഭാഗമല്ല. അങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്യരുത്. നമ്മൾ പറയുകയാണ്, ദാ നോക്ക് ഈശോയുടെ ശരീരമായത് മാറി, ഈ മാംസക്കട്ടയെ നോക്ക്, അല്ലെ രക്തക്കട്ടയെ നോക്കെന്ന് പറയുമ്പം നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. എന്ത് റെഡ്യൂസ് ചെയ്യുന്നു? ഈശോയുടെ സ്വർഗീയ ശരീരത്തെ ഒരു മാംസമായി റെഡ്യൂസ് ചെയ്യുന്നു, ഒരു ഫിസിക്കൽ ബോഡിയായി റെഡ്യൂസ് ചെയ്യുന്നു. ഒരു ഫിസിക്കൽ ബോഡി കഴിച്ചാൽ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയെ മാത്രമേ നറിഷ് ചെയ്യുള്ളൂ. ഒരു കഷ്ണം മാംസം കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ അത് നറിഷ് ചെയ്യുള്ളൂ. എന്നാൽ ഈ വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അത് ഈശോ എന്ന ദൈവിക വ്യക്തിയായി, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായി മാറുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതിന്റെ സത്യവും ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ആളായി പുത്രൻ തമ്പുരാനായി മാറുന്നു. മിശിഹ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവും പിതാവും കൂടെ പ്രവേശിക്കും. അതുകൊണ്ട് ത്രിത്വത്തിന്റെ കൂട്ടായ്മ നമ്മൾ സ്വീകരിക്കും. അപ്പൊ വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുന്നത് ഒരു ശരീരമല്ല, പകരം വ്യക്തിയാണ്. ഹൈലൈറ്റ്. വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവിക വ്യക്തിയാകുന്ന മിശിഹായാണ് വിശുദ്ധ കുർബാനയായി മാറുന്നത്. ആ ട്രാൻസ്ഫിഗറേഷണൽ ബ്ലഡ്നെസ് മാറുന്നത് മിശിഹ എന്ന വ്യക്തിയായിട്ടാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയാണ് ഓരോ പാർട്ടിക്കിളിലുമുള്ളത്. ആ വ്യക്തിയാണ് എൻ്റെ വ്യക്തിത്വവുമായി കലരുന്നത്. അങ്ങനെ മിശിഹ എന്ന വ്യക്തി എൻ്റെ വ്യക്തിത്വവുമായി കലർന്ന് എന്നെ അവിടുത്തെ വ്യക്തിത്വത്തിന്റെ പാർട്ടാക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ ആ സ്വർഗീയ ശരീരത്തിനോട് ചേർത്ത് എന്നെ ഈശോയുടെ ഭാഗമായി, ഈശോയുടെ അവയവമായി ഉയർത്തുന്നു. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാന അത് ഒരു മാംസത്തെക്കാൾ മിശിഹ എന്ന വ്യക്തിയുടെ വിഷയമാണ്. ഇനി അടുത്ത സ്റ്റേജിൽ എന്താണെന്നറിയാമോ? ഈ വിശുദ്ധ കുർബാന ഒരു മാംസമോ ഒരു വ്യക്തിയോ മാത്രമല്ല, വി ആർ എൻറ്ററിങ് ഇൻ ടു എ കമ്മ്യൂണിയൻ. വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന പേര് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് വളരെ അർത്ഥപൂർണ്ണമായിട്ടാണ്. ഹോളി കമ്മ്യൂണിയൻ എന്നാണ് വിളിക്കുന്നത്. ഹോളി ഫ്ലഷ് എന്നല്ല, ഹോളി ബ്രെഡ് എന്നല്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധ കൂട്ടായ്മ എന്നാണ് വിശുദ്ധ കുർബാന വിളിക്കപ്പെടുന്നത്. ഈശോ കൂട്ടായ്മയുടെ അടയാളമായിട്ടും കൂട്ടായ്മയുടെ വഴിയായിട്ടുമാണ് തൻ്റെ ശരീരത്തെ വിശുദ്ധ കുർബാനയെ നൽകിയത്. തൻ്റെ ശരീരത്തെ പങ്കിട്ടുകൊടുത്ത് അത് സ്വീകരിക്കുന്നവരെ ആ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്ത് അങ്ങനെ അവയെ ഒറ്റ ശരീരമാക്കി മാറ്റുന്ന കൂട്ടായ്മയുടെ അപ്പമാണത്. ദാറ്റ്സ് എ കമ്മ്യൂണിയനാണ്. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പിൽഗ്രിം ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതും, വെൻ യു റിസീവ് ഹോളി കമ്മ്യൂണിയൻ യു ആർ റിസീവിംഗ് ദ ചർച്ച്. നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മിശിഹായുടെ ശരീരമാകുന്ന തിരുസഭയെയാണ് സ്വീകരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞു വന്ന സ്വർഗീയ ശരീരം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? ദാറ്റ് ഈസ് ദ ചർച്ച്. തിരുസഭയാണത്. മഹത്വീകരണ ശരീരം അത് മിശിഹായുടെ ശരീരം, അത് സഭയാണ്. അഭൗമികമായ സ്വർഗീയ സഭയാണ് അത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ തിരുസഭയുടെ സംസർഗത്തിലേക്ക് പ്രവേശിക്കും, ഉദ്ധിതനായ മിശിഹായുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കും. അതാണ് അത്ഭുതം. അല്ലാതെ ഒരു കണ്ണിന് വെള്ള നിറമുള്ള ഒരു അപ്പം ചുവന്ന നിറമുള്ള ഒരു മാംസം കട്ടയായി മാറുന്നതല്ല അത്ഭുതം. വി ആർ എൻറ്ററിങ് into the community of saints. That community is constituted of the body of Christ, his resurrected body. മിശിഹായുടെ ശരീരത്തിലേക്ക്, മിശിഹായുടെ കൂട്ടായ്മയിലേക്ക് നാം പ്രവേശിക്കുന്നു. അതുകൊണ്ട് ദാറ്റ് യൂക്കറിസ്റ്റ് ഈസ് എ കമ്മ്യൂണിയൻ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിയൻ, ആ വിശുദ്ധ കുർബാന മാറേണ്ടത്, നടക്കേണ്ട അത്ഭുതം എന്താണെന്നറിയാമോ? അത് സ്വീകരിക്കുന്നവരെ ഒരു കമ്മ്യൂണിയനാക്കി മാറ്റുമ്പോഴാണ് ആ അത്ഭുതം നടക്കേണ്ടത്. ആ സ്വീകരിക്കുന്നവരെ ഒരു മാംസകഷ്ണമാക്കി മാറ്റുമ്പോഴല്ല, അവരെ ഈ കമ്മ്യൂണിയൻ ആകുന്ന ഈ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നവരെയും കൂടെ കമ്മ്യൂണിയനായി പരിവർത്തനപ്പെടുത്തുമ്പോഴാണ്
മിറക്കൽ നടക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പം തിരികെ ഒന്ന് പോയി നോക്കിക്കേ, അവിടെ നടന്ന ഒരു യാഥാർത്ഥ്യമാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്ലി എ റിയാലിറ്റി, ബട്ട് ഇറ്റ് ഇസ് എ മൈനറസ്റ്റ് മിറക്കൽ. ഒരു വാക്കുണ്ടെങ്കിൽ അതൊരു കുഞ്ഞിക്കാര്യമാണ്. അതുപയോഗിച്ച് വിശ്വാസത്തെ വളർത്താമെന്ന് വെറുതെ വ്യാമോഹിക്കരുത്. അതുപയോഗിച്ച് വിശ്വാസത്തെ വളർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഈശോ തന്നെ ആദ്യമേ ആ മാർഗം ഉപയോഗിച്ചേനെ. രക്തസാക്ഷികൾ ആ മാർഗം ഉപയോഗിച്ചേനെ. സ്ലീഹന്മാർ ആ മാർഗം ഉപയോഗിച്ചേനെ. പരിശുദ്ധ റൂഹായ്ക്ക് ആ മാർഗം ഉപയോഗിക്കുന്നതിനുള്ള ശക്തി ഒന്നും ക്ഷയിച്ചു പോയിട്ടുമില്ല. സിമ്പിൾ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നത് ഇതുപയോഗിച്ച് നടത്താമെന്ന് വിചാരിക്കരുത്. പകരം ഓൾറെഡി വിശ്വാസമുള്ള ഒരാളെ അല്പം കൂടി ഒന്ന് കോൺഷ്യസ് ആക്കാനോ അലർട്ടാക്കാനോ, അവിടെയും ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും അല്ലത്, ചിലർക്കാർക്കെങ്കിലുമൊക്കെ. നമ്മുടെ പേഴ്സണലായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചു. ഈ വാർത്ത കേട്ടു എന്നുള്ളത് കൊണ്ട് വിശുദ്ധ കുർബാനയുടെ വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ചെങ്കിൽ ഒരു 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 മറ്റൊരു വിധത്തിലുള്ള ഒരു വിചാരമാണ് വർദ്ധിച്ചത്, അല്ലെ? സത്യത്തിലൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ എന്ന് അല്ലേ ആളുകൾ വിചാരിക്കുക. ഒരു അഭിവന്ദ്യ പിതാവ് ഇങ്ങനെ യുക്കറിസ്റ്റിക് മിറക്കിൾ നടന്നപ്പോ അച്ഛൻ വളരെ പെട്ടെന്ന് വിളിച്ച് പിതാവിനെ അറിയിക്കണമല്ലോ. പിതാവെ, വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അത് ഈശോയുടെ ശരീരവും രക്തവുമായി മാറി, ശരീരമായി മാറി എന്ന് വിളിച്ചു പറഞ്ഞപ്പം പിതാവ് പെട്ടെന്ന് എടുത്തെടുത്ത് തിരിച്ചു വെച്ചു. അച്ഛനത് ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ എന്നും കാണുന്നതാണല്ലോ എന്നാണ് മറുപടി പറഞ്ഞത് എന്ന് ചുമ്മാ ഒരു ഇത് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞു അത് സൂക്ഷിച്ചത് തിരികെ ഇവിടെ കൊണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നീട് ആവശ്യമായ സ്റ്റഡീസിനൊക്കെ ശേഷം ഇത്തരം ഒരു മൈനർ മിറക്കിൾ കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് പറയാൻ ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത്രയും വിശദമായി പറയേണ്ട കാര്യമില്ല, അണ്ടർസ്റ്റുഡ് ആണ്. എനിവേ, ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കണം, ഇങ്ങനത്തെ മിറക്കിൾസ് ധാരാളം ഉണ്ട് സഭയിൽ, യാഥാർത്ഥ്യമാണ്. അത് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. കാരണം തിരുസഭ ഒരു അഭൗമിക യാഥാർത്ഥ്യം കൂടെയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് അവിടത്തേക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ സുനിശ്ചിതമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ആകേണ്ട കാര്യങ്ങളുണ്ട്. അവ അത്ഭുതങ്ങളിലല്ല നിലനിൽക്കുന്നത്, അവ സ്വർഗീയ രഹസ്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരപ്പം വിശുദ്ധ കുർബാനയായി മാറുന്നതിനെ വെറും അത്ഭുതം എന്ന് വിളിച്ചാൽ പോരാ. ഇൻസ്റ്റഡ് അതിന് വിളിക്കപ്പെടേണ്ടത് മിറക്കിൾ എന്നതിനേക്കാൾ മിസ്റ്ററി എന്നാണ്. മിറക്കിൾ അല്ല, മിസ്റ്ററി സംഭവിക്കുന്നു എന്ന് പറയണം. മിസ്റ്ററി സംഭവിക്കുന്നു. അച്ഛൻ ബലിയർപ്പിച്ചപ്പോൾ മിസ്റ്ററി സംഭവിച്ചു എന്ന് പറയണം. രഹസ്യാത്മകമായ യാഥാർത്ഥ്യത്തെയാണ് മിസ്റ്ററി എന്ന് വിളിക്കുന്നത്, അല്ലാതെ അത്ഭുതം സംഭവിച്ചു എന്നല്ല പറയേണ്ടത്. മിസ്റ്ററിയാണ്. മിസ്റ്ററിയേക്കാൾ തീരെ താഴെയാണ് മിറക്കിൾ. അതുകൊണ്ട് നമുക്ക് മിറക്കിളുകളെക്കാൾ കൂടുതലായി ഒരു മിറക്കിളിനെ പ്രഘോഷിക്കാൻ നമുക്ക് എന്ത് ആവേശമാണ്, അല്ലെ? അതിനേക്കാൾ ഒത്തിരി ശക്തിയിൽ നമ്മൾ മിസ്റ്ററി പ്രഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പരാമർശം തൽക്കാലം അവിടെ നിർത്തുക.